വചനത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ദൈവത്തിന്റെ സ്വരം അറിയാൻ പറ്റും എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും വചനത്തിലേക്ക് നോക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ ദൈവത്തിന്റെ സ്വരം അറിയുന്നവരാകണമെന്നില്ല. വചനം നമ്മൾ കുറെ കാണാതെ പഠിച്ചു വെക്കുന്നു, വചനം നമ്മൾ കുറെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതുകൊണ്ട് മാത്രം ഒരു വ്യക്തി ദൈവത്താൽ നയിക്കപ്പെടുന്ന ആളാകണമെന്നില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരായിട്ട് സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഈശോയുടെ അനുശാസനത്തെ ഒരു പൊതു ശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് നാം എടുക്കുന്ന തിരുവചന വിചിന്തന പരമ്പരയുടെ 48ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകൾ, 2ാമത്തെ യാചന അങ്ങയുടെ രാജ്യം വരണമേ. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ രാജ്യം വരുന്നത്, ദൈവത്തിൻ്റെ ഭരണം വരുന്നതാണ്. ഒരു വ്യക്തി ദൈവത്താൽ ഭരിക്കപ്പെടുന്നത് ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് അതനുസരിക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സ്വരങ്ങളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. 4 ഉറവിടങ്ങളിൽ നിന്നും നമ്മുടെ പക്കലേക്ക് സ്വരങ്ങൾ നമ്മുടെ ഉള്ളത്തിലേക്ക് വരുന്നുണ്ട്. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വരുന്ന സ്വരം, സാത്താൻ്റെ സ്വരം, ലോകത്തിൻ്റെതായ സ്വരം, നമ്മുടെ തന്നെ ഉള്ളത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പൊങ്ങി വരുന്ന സ്വരം നമ്മൾ കാണുകയുണ്ടായി. ഈ അവസാനത്തെ 2-നകത്തുകൂടെയും ദൈവത്തിൻ്റെ സ്വരം പ്രതിഫലിച്ച് കേൾക്കാം, ഒഴുകി കേൾക്കാം, സാത്താൻ്റെ സ്വരം ഒഴുകി കേൾക്കാം. ആ ഒരു സാധ്യതയോടെ നമ്മൾ കാണുകയുണ്ടായി. ഇങ്ങനെയുള്ള സ്വരം നമ്മിലേക്ക് വരുമ്പോൾ, ഒരു സ്വരം നമ്മൾ കേട്ടു, നമ്മുടെ ഉള്ളിൽ കിട്ടി എന്നതുകൊണ്ട് മാത്രം അതിൻ്റെ നന്മയോ തിന്മയോ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം ആകുന്നില്ല എന്ന് കാണുകയുണ്ടായി. ആ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കുന്ന നമുക്ക് കിട്ടുന്നതായ സ്വരം, ആ നിർദ്ദേശം, പ്രേരണ, അതിനെ അനുസരിക്കുമ്പോഴാണ് അത് നമ്മുടേതായിട്ട് മാറുക. ദൈവത്തിൻ്റെ സ്വരം, പ്രചോദനം എത്ര കിട്ടിയാലും നമ്മളത് അവഗണിച്ചാൽ നമുക്ക് ദൈവിക വഴി പോകാൻ പറ്റുകയില്ല, ദൈവരാജ്യത്തിലേക്ക് വരികയില്ല, പുണ്യം ഉണ്ടാവുകയില്ല. സാത്താൻ്റെ സ്വരവും പ്രേരണയും എത്ര നമ്മുടെ ഉള്ളിൽ കേട്ടാലും കിട്ടിയാലും നമ്മൾ അറിഞ്ഞാലും അതിനെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ, കേൾക്കുമ്പോഴൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ അവന് നമ്മുടെ സ്വാധീനമില്ല, നമ്മൾ നരകരാജ്യത്തിലേക്ക് വരുന്നില്ല. അപ്പം നമുക്ക് നോ പറയാനായിട്ട് സാധിക്കും. അത് ലോകത്തിൻ്റെ സ്വരത്തോട് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ നിന്നൊരു സ്വരത്തോട് മാത്രമല്ല, സാത്താൻ്റെ സ്വരത്തോടും മാത്രമല്ല, ദൈവത്തിൻ്റെ സ്വരത്തോട് പോലും, ദൈവത്തോട് പോലും നോ പറയാൻ സാധിക്കും. അത്ര വലിയൊരു കരുത്താണ് ദൈവം തൻ്റെ സാദൃശ്യത്തിലും ഛായയിലും നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കാണുകയുണ്ടായി. ഇനി നമുക്കിങ്ങനെ നോ പറയാൻ സാധിക്കും, യേസ് പറയാൻ സാധിക്കും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഒരു സ്വരം ആരുടേതാണെന്നുള്ളത്. എങ്കിലേ നമുക്ക് നോ പറയേണ്ടവരോട് നോ പറയാനും യേസ് പറയേണ്ടവരോട് യേസ് പറയാൻ സാധിക്കുള്ളൂ. ഡോർബെൽ അടിക്കുന്നത് കേൾക്കുമ്പോൾ അകത്തിരിക്കുന്ന വ്യക്തിക്ക് അത് ആരാണ് ഡോർബെൽ അടിച്ചതെന്ന് തിരിച്ചറിയാൻ പറ്റണം. എങ്കിലല്ലേ തുറന്നു കൊടുക്കണോ പോകാൻ പറയണോ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും നമുക്കറിയാം, ഡോർബെൽ അടിക്കുമ്പോൾ ഒന്നുകിൽ പുറത്ത് ക്യാമറ വെച്ചിരിക്കും. ക്യാമറകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഡോറിൽ തന്നെ ചെറിയൊരു സുക്ഷരം വെച്ചിരിക്കും. അതിനടുത്ത് ചെന്ന് കണ്ണ് ചേർത്ത് വെച്ച പുറത്തേക്ക് നോക്കിയാൽ പുറം മുഴുവൻ കാണാം. അവിടെ വാതിൽക്ക് നിൽക്കുന്ന ആളാണ് നമുക്ക് കാണാൻ പറ്റും. അത് കണ്ടിട്ട് നമുക്ക് അവർക്കായിട്ട് വാതിൽ തുറന്നു കൊടുക്കണോ വേണ്ടയോ, അവരെ സ്വീകരിക്കേണ്ടോ വേണ്ടോ തീരുമാനിക്കേണ്ട പറ്റും. കുറച്ച് ദൂരെയൊക്കെയാണ് ഈ ഗേറ്റ് വാതിലെങ്കിൽ അവിടെ ക്യാമറ വയ്ക്കുന്ന സംവിധാനമുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഡോർബെൽ അടിക്കുമ്പോൾ നമുക്ക് ക്യാമറയിലൂടെയുള്ള കാഴ്ച നമ്മുടെ അകത്തെ സ്ക്രീന് നമുക്ക് മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ അതിനുള്ള ഡിസ്പ്ലേ ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റും ആരാണ് അവിടെ നിൽക്കുന്നത് എന്ന്. അപ്പോൾ നമുക്ക് ആ വ്യക്തിയെ അറിഞ്ഞിട്ട് സ്വീകരിക്കണോ വേണ്ട തീരുമാനിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആണ് നമ്മുടെ ഉള്ളത്തിൽ ഒരു സ്വരം കേൾക്കുമ്പോൾ, വാതിൽ മുട്ടുന്നത് കേൾക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു പ്രേരണ വരുമ്പോൾ, ഈ പ്രേരണ എവിടുന്ന് വരുന്നതാണ്, ഇത് ആരുടേതാണ് തിരിച്ചറിയണം. എങ്കിലും നമുക്കതിനെ സ്വീകരിക്കണോ വേണ്ടെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്വരം തിരിച്ച് അറിയുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ നാം പെട്ടെന്ന് എടുക്കുന്ന ഒരു ചിന്തയാണ്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ മതി. ഈശോ തന്നെ പറയുന്നുണ്ട്, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു. സാത്താനോട് സംസാരിക്കുമ്പോൾ മരുഭൂമിയിൽ
പരീക്ഷയിൽ മത്തായി 4-ലും ലൂക്ക 4-ലും ഒക്കെ കാണുന്നുണ്ട്. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സാത്താൻ ചിന്തയെ മാറ്റിവെക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാത്താനും ദൈവത്തിന്റെ വചനം തന്നെ ഉപയോഗിക്കുന്നുണ്ട്, ഉദ്ധരിക്കുന്നുണ്ട്, ഇല്ലേ? മരുഭൂമിയിലെ പരീക്ഷയിലെ സാത്താൻ ഈശോയോട് സംസാരിക്കുമ്പം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, നിന്റെ കാലുകള് കല്ലിന്മേൽ തട്ടാതിരിക്കാൻ തന്റെ ദൂതന്മാരെ അയച്ച് താങ്ങിക്കൊള്ളും. സങ്കീർത്തനം 91 സാത്താൻ ഉദ്ധരിക്കുന്നത്. അപ്പോൾ വചനം ഉദ്ധരിക്കുന്നു, വചനം അറിയാം, വചനം ഞാൻ അതേപടി അനുസരിക്കും, പാലിക്കും എന്ന് പറയുന്നതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. ബെനഡിക്റ്റ് 16 പാപ്പ എഴുതിയ ജീസസ് ഓഫ് നസറത്ത് എന്നൊരു പുസ്തകത്തെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതില് പൈശാചികമായ പ്രലോഭനങ്ങളെ ഈശോ എങ്ങനെ അഭിമുഖീകരിച്ചു എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞതായ മത്തായി 4, ലൂക്ക 4 വചനഭാഗങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പാപ്പ എഴുതുമ്പോൾ പാപ്പ പറയുകയാണ്, ഈശോയും സാത്താനും സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ 2 ബൈബിൾ സ്കോളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ട് വാദപ്രതിവാദം നടത്തുന്നതായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ചിത്രമാണത്. പാപ്പ അവിടെ ഒരു വലിയ ചിന്തകന്റെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ ചിന്തകന് സാത്താനെ അവതരിപ്പിക്കുന്നത് വലിയൊരു ദൈവശാസ്ത്ര വിദ്യാപീഠത്തിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ബിബ്ലിക്കൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളായിട്ടാണ് അന്തിക്രിസ്തുവിനെ, ആന്റിക്രൈസ്റ്റിനെ അല്ലെ പ്രലോഭകനെ ആ ഒരു ചിന്തകൻ അവതരിപ്പിക്കുന്നത് പോലും. അപ്പൊ അങ്ങനെ ദൈവശാസ്ത്രത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥ ദൈവശാസ്ത്രത്തിൽ ആഴപ്പെട്ട അവഗാഹമുള്ള വ്യക്തിയായിട്ടാണ് സാത്താൻ നിൽക്കുന്നത്. ഭൂതോച്ചാടന സംഭവങ്ങള് ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ പൈശാചിക ആവാസമുള്ള വ്യക്തിയെ ഞാൻ കൊണ്ടുപോകും, ആ വ്യക്തിയെ ഞാൻ തീർത്തെടുക്കും, കൊന്നെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പൈശാചാര്യം വെളിപ്പെട്ട് കഴിയുമ്പോൾ അതിങ്ങനെ അവകാശം പറയും, ഇത് എന്റേതാണ്, ഇവൻ എന്റേതാണ്, ഇവള് അങ്ങനെ പാപം ചെയ്ത് എന്നെ വിളിച്ചകത്ത് കയറ്റിയതാണ്, ഇവള് വിളിച്ചിട്ട് ഞാൻ വന്നതാ, അല്ലെ ഇവളുടെ അപ്പനല്ലേ അമ്മ എനിക്ക് അവസരം തന്ന പൂർവികർ വഴി, ഇത് അതുകൊണ്ട് ഇവനല്ലേ ഇവള് എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പൊസഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, സ്വന്തമാക്കി എടുക്കുന്നത്. പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്താ? ഉടമസ്ഥാവകാശം. ഇവിടെ ഉടമസ്ഥാവകാശം എനിക്കാണെന്ന് പറഞ്ഞാണ് പൈശാചിക ആവാസം പൊസഷൻ വരുമ്പോൾ ഈ പിശാചുക്കള് അവകാശം ഉന്നയിക്കുന്നത്. അപ്പൊ ഇതിനെ ഇറക്കിയോടെ നമ്മൾ നോക്കുമ്പോൾ പോവുകയല്ല. അത് പറയുന്നത് എനിക്ക് അവകാശമുണ്ട്, ഇന്ന പ്രവൃത്തി വഴി പാപം വഴിയായിട്ട് എന്നെ വിളിച്ചതാണ്, അങ്ങനെ ഞാൻ വന്നതാണ്, ഞാൻ ഇവരെ കൊണ്ട് പോവുള്ളൂ. അങ്ങനെയുള്ള പൈശാചിക സാന്നിധ്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പൊതുവച്ചാരണ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ പറയും, അല്ല, ഈശോ കുരിശിൽ മരിച്ച് തന്റെ രക്തം ചിന്തി രക്തം വിലയായി കൊടുത്ത് മോചന ദ്രവ്യമായി കൊടുത്ത് വീണ്ടെടുത്തതാണ് ഇവള് അല്ലെങ്കിൽ ഇവൻ അല്ലെ ഇവള് ദൈവത്തിന്റെ മകനാണ്, നിനക്ക് വേണ്ടി ഒരു അവകാശമില്ല. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോഴൊക്കെ പൈശാചികൾ അറിയും ഈ ഈശോയുടെ ബലിയെക്കുറിച്ചും ഈശോ പരിഹാരം ചെയ്തു അല്ലെ വൈദ്യവരൊന്നും എന്നോട് നീ പറയണ്ട, നീ ഇത് ബൈബിള് വായിച്ചിട്ടും പുസ്തകം വായിച്ചിട്ടും വേദപാഠം പഠിച്ചിട്ടല്ലേ മനസ്സിലാക്കിയത്, ഇത് അതിനു മുമ്പ് തന്നെ എനിക്കറിയാം, ഈ കാര്യങ്ങളൊക്കെ സ്വർഗത്തിൽ സംഭവിക്കുമ്പോൾ തീരുമാനമെടുക്കുമ്പോൾ അപ്പൊ തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യ സൃഷ്ടിക്കാം. ഉൽപ്പത്തി 1:26 ദൈവം തൃത്വിക ദൈവത്തിന് 3 വ്യക്തികള് പരസ്പരം ആലോചിക്കുമ്പോൾ പിശാചുക്കൾ പറയാണ്, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിഴച്ചവരാ ഞങ്ങള്, ഇറങ്ങിപ്പോയവരാ ഞങ്ങള്, ഇത് ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണ്ട. അപ്പൊ പിശാചുക്കൾക്ക് ദൈവികമായ കാര്യങ്ങൾ അറിയാം, വചനത്തിന്റെ അർത്ഥം അറിയാം. യാക്കോബിന്റെ ലേഖനത്തില് 2-ാമത്തെ അധ്യായത്തില് 19-ാമത്തെ വചനത്തില് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നു അല്ലേ, വളരെ നല്ല കാര്യം. പിശാചുക്കളും അത് വിശ്വസിക്കുന്നുണ്ട്, അവർക്ക് അറിയാം. ഇവിടെ വിശ്വസിക്കുക എന്നുള്ള മലയാളം ബൈബിളിലെ വാക്ക് അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നു. വിശ്വസിക്കുക എന്ന് വെച്ചാൽ വിട്ടുകൊടുക്കുക ആണല്ലോ. ഇവിടെ പിശാചുക്കള് ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നു പറയുമ്പോൾ ഏകനായ ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന അർത്ഥമില്ല. ദൈവം ഏകനാണ്, ദൈവത്തിന് 3 വ്യക്തികളുണ്ട് എന്ന് പിശാചുക്കൾക്ക് അറിയാം. പക്ഷെ ആ അറിവിലേക്ക് അവർ നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുന്നില്ല. അവിടെ അവർ ദൈവത്തെ ശരിക്കും ആ രീതിയിൽ വിശ്വസിക്കുന്നില്ല. ദൈവം ആരാണെന്ന് അവർക്ക് അറിയാം, അത്രേ ഉള്ളൂ, ബുദ്ധിയില അറിവുണ്ട്. അവിടെ യാക്കോബ് പറയുകയാണ് ലേഖനത്തിൽ 2-ാമത്തെ 10-ാം വാക്യത്തില്, പിശാചുക്കൾ അങ്ങനെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു.
ദൈവത്തെ അറിയുന്ന വ്യക്തികൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ വിട്ടുകൊടുക്കുകയാണ്, ആശ്രയിക്കുകയാണ്. എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം അങ്ങാണെന്ന് ദൈവത്തോട് പറയും. സങ്കീർത്തനം 91 2 വാക്യം പറയുന്നത്. ആ പറഞ്ഞ വിശദങ്ങൾ പറയുന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിച്ചു വന്നത്, വചനത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ദൈവത്തിന്റെ സ്വരം അറിയാൻ പറ്റും എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും വചനത്തിലേക്ക് നോക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ ദൈവത്തിന്റെ സ്വരം അറിയുന്നവരാകണമെന്നില്ല. അതുകൊണ്ട് വചനം നമ്മൾ കുറെ കാണാതെ പഠിച്ചു വെക്കുന്നു, വചനം നമ്മൾ കുറെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതുകൊണ്ട് മാത്രം ഒരു വ്യക്തി ദൈവത്താൽ നയിക്കപ്പെടുന്ന ആളാകണമെന്നില്ല. അങ്ങനെ വചനം ഉദ്ധരിക്കുന്നവന് മാത്രം ദൈവത്തെ നയിക്കപ്പെടുന്ന, ദൈവത്തിന്റെ ഹിതം അറിയുന്ന, ദൈവസ്വരം ശ്രമിക്കുന്ന ആളാകുമായിരുന്നെങ്കിൽ മരുഭൂമിയിലെ പരീക്ഷകനായ സാത്താനും അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ വചന വ്യാഖ്യാനത്തിന്റെ ഗൗരവത്തെ കുറിച്ച് പറയുന്നത്. പത്രോസിന്റെ 2-ാം ലേഖനത്തില് 3-ാമത്തെ അധ്യായത്തില് 15-16 തിരുവചനങ്ങളില് അപ്പോസ്തലൻ തന്റെ മക്കൾക്ക് എഴുതും പറയുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനം അനുസരിച്ച് ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലൻ പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് പറയുമ്പോഴൊക്കെ അത് നിങ്ങൾ വായിച്ചുകൊണ്ട് മാത്രമായില്ല, അതിനെ ശരിക്കും നിങ്ങൾ പൗലോസ് അപ്പോസ്തലന്റെ ഉള്ളിലത് പങ്കുവെക്കാൻ ജ്ഞാനവും വെളിച്ചപ്പെടുന്ന പരിശുദ്ധാത്മാവോട് ചേർന്ന് അതിനെ മനസ്സിലാക്കിയെടുക്കണം. അത് ചിലർ എടുക്കുന്നില്ല. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട്. പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നതിനകത്ത്, അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ പോലെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങളെ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളും ആ കൂട്ടത്തിൽ വരുന്നത് നമ്മൾ തിരിച്ചറിയുന്നു. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുമ്പം അന്നത്തെ വിശുദ്ധ ലിഖിതങ്ങൾ പഴയ നിയമമാണ്. പിന്നെയുള്ള വിശുദ്ധ ലിഖിതം പുതിയ നിയമം എഴുതപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അത് പ്രഘോഷിക്കപ്പെടുകയാണ്. പൗലോസ് അപ്പോസ്തലനൊക്കെ എഴുതിയിട്ടുണ്ട്, ഇപ്പൊ പത്രോസും എഴുതുകയാണ്. അങ്ങനെയുള്ള വിശുദ്ധ ലിഖിതങ്ങള്, വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന വചനങ്ങള്, അത് വചനത്തിനുള്ളത് എനിക്കറിയാം, വായിക്കുന്നു, ഞാൻ പറയുന്നു, ഞാൻ വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ട് മാത്രമായില്ല, അത് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വ്യാഖ്യാനിക്കണം. അല്ലെങ്കിൽ നാശത്തിനായിട്ട് വളച്ചൊടിക്കുന്ന അനുഭവം. അങ്ങനെ നാശത്തിനായിട്ട് തിരുവനന്തപുരത്തെ വളച്ചൊടിക്കുന്ന അനുഭവമാണ് മരുഭൂമിയിലെ പരീക്ഷയില് ഈശ്വര മക്കളെ പിശാച് അവലംബിച്ചത്. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ സ്വരം ശ്രവിച്ച് അത് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതാണ് ദൈവത്തിന്റെ രാജ്യം വരുന്ന അനുഭവം എന്ന് നമ്മൾ കാണുമ്പോൾ ആ സ്വരം നമുക്ക് എവിടുന്ന് കിട്ടും? ദൈവത്തിന്റെ വചനത്തിലുണ്ടല്ലോ എന്ന് നമ്മൾ പറയുമ്പം അവിടെ നമ്മൾ ജാഗ്രത എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ വചനം അറിയാവുന്നത് കൊണ്ട്, വചനം പഠിച്ചിരിക്കുന്നത് കൊണ്ട്, വചനം കാണാപ്പാട് ഒരുവിടാൻ അറിയാവുന്നതുകൊണ്ട് മാത്രം നമ്മൾ ദൈവത്തിന്റെ വചനത്തെ നയിക്കപ്പെടുന്നവരാകണമെന്നില്ല. ആ വചനത്തിന്റെ അരൂപി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത് നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കണം. എന്നുവെച്ചാൽ വചനം വെറുതെ കാണാൻ പഠിക്കുന്നത്, ഉരുവിട്ട് പഠിക്കുന്നതുകൊണ്ട് മാത്രം ഒരു പ്രയോജനം ഇല്ലെന്നല്ല. വചനത്തില് ഈശോ പറയുന്ന പോലെ, യോഹന്നാൻ 6:63 പറയുന്ന പോലെ, ഞാൻ പറയുന്ന വചനം ആത്മാവും ജീവനും ആണ്. വചനത്തിൽ ആത്മാവും ജീവനും ഉണ്ട്, അതിന്റെ കരുത്തുണ്ട്. വചനം എവിടെ പറഞ്ഞാൽ എഴുതി വെച്ചാലും ഉരുവിട്ടാലും എങ്കിലും ആ വചനത്തെയും നമുക്ക് വളച്ചൊടിച്ച് ചിന്തിക്കാനും പറയാനും പറ്റും. പിശാച് അങ്ങനെ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സ്വരം വചനത്തിലൂടെ ശ്രമിക്കുമ്പോഴും അതിൻ്റെ ചില മാനദണ്ഡങ്ങള്, ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് ഇതിനോട് സംസാരിക്കുന്നത് ഉറപ്പാക്കാനുള്ള ചില മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.